ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് വളരെ കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. എല്ലാവർക്കും തന്നെ അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷേ 2 മാസം ഇന്നത്തേക്ക് കഴിഞ്ഞ് ഇനി നാളെ മുതൽ 3-ാമത്തെ മാസം തുടങ്ങുന്നു. ഇനി ഞങ്ങൾക്ക് നോമ്പിൻ്റെ കാലമാണ്. അതുപോലെ തന്നെ മുസ്ലിം സഹോദരങ്ങൾക്കും നോമ്പിൻ്റെ കാലം. അപ്പോൾ ആ ഒരു കാലഘട്ടം അങ്ങോട്ട് 1 മാസം നീങ്ങിക്കഴിയുമ്പോൾ ഈസ്റ്ററായി, റംസാനായി, അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ പ്രതീക്ഷകളാണ് അല്ലേ. അതിന് ശേഷം അടുത്തടുത്ത ഉത്സവങ്ങളിലേക്ക് ഓണം വരുന്നു. അങ്ങനെ ഓരോന്നിലേക്ക് പല മുസ്ലിം സമുദായത്തിൻ്റേതായ പല പല പെരുന്നാളുകൾ വരുന്നു. അപ്പോൾ ഓരോ പ്രതീക്ഷകളാണ് നമുക്ക്. ഇങ്ങനെ ഓരോരോ പ്രതീക്ഷകളാണ് നമുക്ക് ഓരോ മാസങ്ങളും വർഷങ്ങളും അങ്ങോട്ട് കടന്നു പോകാനായിട്ട് സാധിക്കുന്നത്. ആ ഓരോ പ്രതീക്ഷകളാണ്. ഇനിയിപ്പോൾ അതാണ് ഇതാണ് ആ തിരക്കുകൾ, അങ്ങനെയുള്ള ഓരോരോ തിരക്കുകൾ, അതൊക്കെ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൽ ഇടയ്ക്കുണ്ടാകുന്ന സന്തോഷങ്ങൾ. അതിനു വേണ്ടി തന്നെയാണ് ഇങ്ങനെയുള്ള ആഘോഷങ്ങളും നമുക്ക് തന്നേക്കുന്നത്. എല്ലാ മതവിഭാഗങ്ങളിലും ഇതുപോലെയുള്ള ആഘോഷങ്ങൾ, പെരുന്നാളുകൾ എല്ലാം ഉണ്ട്. ഉത്സവങ്ങളുടെ കാലമാണ്. ഇനി സ്കൂള് വെക്കേഷൻ, 2 മാസത്തെ വെക്കേഷന് നിറയെ ഉത്സവങ്ങളായിരിക്കുള്ളൂ എല്ലായിടത്തും. അപ്പോൾ അങ്ങനെയുള്ള ഓരോ പ്രതീക്ഷകളാണ് നമ്മളെ ജീവിക്കാനായിട്ട്, നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. അതിന് നേരത്തെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ വിവാഹം കഴിച്ച ഒരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിൻ്റെ പ്രതീക്ഷകൾ, അങ്ങനെ ഓരോ പ്രതീക്ഷകളിൽ വേണം നമ്മൾ ജീവിതം തീർക്കാൻ, അല്ലെങ്കിൽ ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോരോ ഫെസ്റ്റിവലുകൾ വരുമ്പോഴും നമ്മുടെ മനസ്സ് റിഫ്രഷ് ആയിക്കൊണ്ടിരിക്കും. മുന്നോട്ടിങ്ങനെ പോകുന്നത് അറിയില്ല, ബോറടിയില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടി തന്നെയാണ് ഇങ്ങനെയുള്ള ഫെസ്റ്റിവലുകളൊക്കെ നമ്മളുടെ ഈ ഒരു ജീവിതത്തിലൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നതും നമ്മൾ ആഘോഷിക്കുന്നത്. അത് ഏതൊരു മതവിഭാഗത്തിനും ഏത് മതങ്ങളുടെയും ആഘോഷിക്കാം അല്ലേ. ഇപ്പോൾ നമ്മൾ റംസാൻ അന്നത്തെ ദിവസം ബിരിയാണി ഉണ്ടാക്കുന്ന ഒരുപാട് മറ്റുള്ള മതക്കാരില്ലേ, വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കും അന്നത്തെ ദിവസം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ ആളുകളുടെ, അങ്ങനെ നമ്മളെല്ലാവരും മനുഷ്യരാണ്. പിന്നെ ആ മതത്തിൻ്റേതായ ചില നിഷ്ഠകളും കാര്യങ്ങളൊക്കെ ഉള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരെ കൂടി നോമ്പ് പിടിക്കാം. എത്രയോ ക്രിസ്ത്യൻ, ഹിന്ദു ആയിട്ടുള്ള ആളുകൾ റംസാന് നോമ്പ് പിടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നോമ്പ് പിടിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മളുടെ ജീവിതം ഇങ്ങനെ ബോറടിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം. അപ്പോൾ അതൊക്കെ നമ്മൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കണം. അല്ലാതെ അത് അവരുടെ മതത്തിൻ്റേതാണ്, നമുക്ക് വേണ്ട എന്നൊന്നും വിചാരിക്കണ്ട. എല്ലാ ആഘോഷങ്ങളിലും നമുക്കും പങ്കെടുക്കാം. കാരണം ഓരോ ദിവസവും അങ്ങനെ അങ്ങോട്ട് നീങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. സന്തോഷം ആണല്ലോ നമ്മൾ മെയിനായിട്ട് ആഗ്രഹിക്കുന്നത്. ദുഃഖവും സന്തോഷവും കലരാത്ത ഒരു ജീവിതങ്ങളുമില്ല. പക്ഷേ ഈ ചെറിയ കാലയളവിൽ നമുക്ക് ഒരുപാട് ഒന്നും ചെയ്യാനൊന്നുമില്ല. ഈ ഭൂമിയിൽ നിന്ന് പോകുന്നത് വരെയും എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുക്കുക, അത്രയൊക്കെ തന്നെയുള്ളൂ. ദുഃഖങ്ങളില്ലാത്ത മനുഷ്യരില്ല. ദുഃഖം മാറിയിട്ട് ആഘോഷങ്ങളിൽ പങ്കെടുക്കാം എന്ന് വിചാരിച്ചാൽ തിര മാറട്ടെ എന്നിട്ട് കപ്പൽ ഓടിക്കാം എന്ന് പറയാറില്ലേ, അതുപോലെ ആയിപ്പോവും. ഒരിക്കലും കപ്പൽ വെള്ളത്തിലിറക്കാനേ പറ്റൂല. കാരണം തിര ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അതിൻ്റെ ഇടയിൽ കൂടിയാണ് പോകുന്നത്. അതൊക്കെ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൽ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ രാവിലത്തെ കാര്യങ്ങൾ, ഇന്ന് പപ്പക്ക് ഓട്സാണ് കാച്ചി കൊടുത്തിട്ടുണ്ടായിരുന്നത്. യൂട്യൂബ് വർക്കൊക്കെ ചെയ്തു വരാൻ ഇത്തിരി ലേറ്റായി. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഫോൺ കോൾ വന്നു. അങ്ങനെ ഫോൺ കോളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ലേറ്റായി പോകും. അപ്പോൾ ഓട്സ് വേഗം കാച്ചിട്ട് പപ്പക്ക് കൊടുത്ത്, പപ്പക്ക് അത് വലിയ ഇഷ്ടം. അപ്പോൾ റോജർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും റോജറിന് സ്മൂത്തി മതി എന്ന് പറഞ്ഞ് സ്മൂത്തി അവൻ തന്നെ അതിൽ അടിച്ചെടുത്ത്, ആപ്പിൾ സ്മൂത്തി, പഴം തീർന്നിരിക്കണേ. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഇത്തിരി മിക്സഡ് ഫ്രൂട്ട്, അത് മുന്തിരി പഴമുണ്ട്, അതായത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, റിച്ചാന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ കൂട്ടത്തിൽ നിന്നാണ് ഞാൻ കുറച്ചെടുത്തത്. അപ്പോൾ മുന്തിരി, പഴം, കുമ്മട്ടിക്ക, ആപ്പിൾ, ഇത്രയും ഇട്ടിട്ടായിരുന്നു ഞാൻ ജ്യൂസ് അടിച്ചിട്ട് അതൊന്ന് അരിച്ചെടുത്തിട്ട് കഴിച്ചേട്ടാ. കാരണം കുരുവുള്ള മുന്തിരി ആയതുകൊണ്ട് തന്നെ നമുക്കത് അരിക്കാതെ പറ്റൂല. അങ്ങനെ അതാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് കുളിച്ചിട്ടൊക്കെ വന്നത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര കോമഡിയാണ്. കഥകളിക്കാരുടെ പോലെയൊക്കെ എനിക്ക് തോന്നും ഇതിൻ്റെ ആ ഒരു പാറ്റേൺ. പക്ഷേ ഇതിടാൻ നല്ല സുഖമാണ് ഈ ചൂട് കാലത്ത്. ഇത് ഞാൻ ഒരിക്കലും അങ്ങനെ പുറത്തൊന്ന് ഒരു തവണ ഇത് മേടിച്ചിട്ട് ഒരു തവണ ഒന്ന് പുറത്തിട്ടിട്ടുണ്ട്. അത് ചൂട് കാലത്തായിരുന്നു. പിന്നെ ഇത് പുറത്തൊന്നും ഇട്ടിട്ടില്ല, വീട്ടിൽ തന്നെയാണ് ഇടുന്നത്. മേടിക്കുന്ന ഭൂരിഭാഗം ഡ്രസ്സുകളും അങ്ങനെ പുറത്ത് ഞാൻ അധികം ഇടാത്തതാണ് കേട്ടോ. നമ്മളുടെ ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് അങ്ങനെ വീട്ടിലിടാൻ വേണ്ടിയിട്ടൊക്കെ മേടിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറഞ്ഞ ടൈപ്പ്
ഡ്രസ്സുകൾ 200 സംതിങ് 300 താഴെയുള്ളത് മേടിക്കണത്. നമുക്ക് ഡെയിലി ആണല്ലോ യൂസ്, അല്ലാതെ ഒരു ഫംഗ്ഷന് വേണ്ടി പോകാനായിട്ട് അങ്ങനെയൊക്കെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ഡ്രസ്സുകൾ മേടിക്കലും കുറവാണ്. അപ്പോൾ ഇന്ന് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉഴുന്ന് സാമ്പാർ ഉണ്ടാക്കണം. ഉഴുന്നാകുമ്പോഴത്തേക്ക് നമുക്കൊരു പിടി പോലും വേണ്ട, വളരെ കുറച്ച് ഉഴുന്നിട്ടാൽ മതി, നന്നായിട്ട് തിക്കായിട്ട് വരും. പരിപ്പിനെക്കാട്ടി നല്ല തിക്കായിട്ട് വരും. എനിക്കിതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം പണ്ടൊക്കെ ഈ പരിപ്പിട്ടൊക്കെ വെക്കുമ്പോഴത്തേക്ക് എനിക്ക് പൈൽസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് ഉഴുന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് തണുപ്പാണ്. പരിപ്പെന്ന് പറയുമ്പോൾ ചൂടാണ്, ഈ പൈൽസൊക്കെ കൂടുന്ന സംഭവമാണ് പരിപ്പ്. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ നാൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഉഴുന്നിട്ടിട്ടാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഉഴുന്നൊരു പിടി മാത്രം ഇട്ടിരിക്കണം, എന്നാൽ പിന്നെ ഇന്ന് ഉഴുന്ന് സാമ്പാർ ഉണ്ടാക്കുക. ഇപ്പോൾ എനിക്ക് പൈൽസിൻ്റെ ബുദ്ധിമുട്ടില്ല എങ്കിൽ തന്നെയും നമ്മൾ അതുണ്ടാകാതെ ഇരിക്കാനായിട്ടും സൂക്ഷിക്കണം. കൂടുതൽ ഈ കശുവണ്ടി പോലത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കുറച്ച് കഴിച്ചാൽ ഈ പ്രശ്നം വീണ്ടും ട്രിഗർ ചെയ്യൂട്ടോ. അങ്ങനെയാണ് ഈ പൈൽസിൻ്റെത്. നമ്മൾ മാറിയെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ഈ ഭക്ഷണത്തിൽ നിന്ന് അത് വീണ്ടും ട്രിഗറാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടൊക്കെ കഴിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഉഴുന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച ഉഴുന്നിരുന്ന് കേടായി പോകണ്ട, അത് വേറെ ഒന്നിനും പറ്റില്ല, ഇത്തിരിയുള്ളൂ. അപ്പോൾ ഉഴുന്ന് ആദ്യം പെട്ടെന്നൊന്ന് വേവിച്ചെടുത്ത് പെട്ടെന്ന് വേഗം ചെയ്യും. എന്നിട്ട് സാമ്പാറിൻ്റെ പീസിൽ നിന്ന് കുറേ പീസ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഈ അച്ചിങ്ങ ബീൻസൊക്കെ ഇട്ടിട്ടുള്ളതൊക്കെ എല്ലായിടത്തും മാറ്റി. 2 പച്ചക്കായ ബജിക്കായ ഉണ്ടായിരുന്നു, അതെടുത്ത് മാറ്റി റിച്ചാൻ ഇതിൽ ബജി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് അത്രയും മാറ്റിയതുകൊണ്ട് തന്നെ ഒരുവിധം ഒതുക്കമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഒരുപാടായി പോകും പീസുകൾ. ഇവിടെ പീസുകൾ ഇഷ്ടമാണ് എങ്കിൽ തന്നെ ഒരു ചവറ് പോലെ ആയിപ്പോവും. അങ്ങനെ അത് ഏതായാലും സാമ്പാർ പൊടി ഇട്ട്, നമ്മുടെ കൈരിളി സാമ്പാർ പൊടിയാണ്, ഉപ്പും പുളിയും എല്ലാം കൂടി ഇട്ടിട്ട് തന്നെയാണ് വേവിക്കാൻ വെക്കണത്. ഇന്നത്തെ സാമ്പാർ നല്ല അടിപൊളിയാണ്. സാമ്പാറിൻ്റെ പൊടി ഞാൻ കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നു, വേറെ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല. അത് കൊട്ടിയിട്ട് എല്ലാം കൂടി കുറച്ചധികം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ സാമ്പാർ നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഏതായാലും റൂബിക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ഞാൻ 2 മുട്ട എടുത്തിട്ട് ആക്കി കൊടുക്കണേ. അപ്പോൾ ചിക്കൻ കഴിക്കാൻ ഇത്തിരി മടുപ്പ് ആയിട്ടുണ്ടെങ്കിൽ മുട്ട എടുത്തിട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത് 1.5 മിനിറ്റ് കൊണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ. 1.5 മിനിറ്റ് വേണ്ട, 1:20 മതി ശരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് അത് എടുത്തുകൊണ്ട് പോയിട്ട് റൂബിക്ക് വേഗം തന്നെ റൂബി കഴിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ രാവിലെ തടിക്കൽ, തുടക്കൽ, തുണി വിരിക്കൽ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു കുക്കർ നമ്മുടെ റോജർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കുക്കറായിരുന്നു, 4 ലിറ്ററിൻ്റെ കുക്കറാണ്. ഇത് ഞാൻ അധികം കണ്ട് കൊതി തീർന്നില്ല, അതിന് മുൻപാണ് റോജറിന് ആവശ്യം വന്നത്. അപ്പോൾ പുറത്തുനിന്ന് നമുക്ക് പൈസ കൊടുത്ത് മേടിക്കുന്നതിൽ നല്ലത് കയ്യിലുള്ളത് കൊടുക്കണമല്ലേ എന്ന് വിചാരിച്ച് ഈ ഒരു കുക്കറാണ് ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. കാരണം ചോറ് വെക്കണമെന്നുണ്ടെങ്കിൽ ഇത്തിരി വലിയ കുക്കർ വേണമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ കൊടുത്തില്ലെങ്കിൽ അവൻ പൈസ കൊടുത്ത് പുറത്തുനിന്ന് മേടിക്കുക, അതിൽ നല്ലതല്ലേ സേഫായിട്ടുള്ള ഇൻഡസ് വാലിയുടെ കുക്കർ കൊടുത്തു വിടുക എന്ന് വിചാരിച്ചിട്ട് ഞാനത് കൊടുത്ത്. അത് അവൻ അങ്ങനെ തന്നെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു കേടും ഇല്ലാതെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പപ്പടവും വറുത്തിട്ടുണ്ട് കേട്ടോ. പപ്പടം കുറച്ചധികം വറുത്തിട്ട് ഞാൻ ഇട്ട് വെച്ചേക്കണേണ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പാത്രങ്ങളുടെ നേരത്തെ വീഡിയോ ആണ് ഈ കാണിക്കണം. കാരണം നമ്മൾ ഇരുമ്പിൻ്റെ കുറേ പാത്രങ്ങൾ നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ ഇടയിൽ വലിയ ബുദ്ധിമുട്ടായി, അത് വെക്കാനും എടുക്കാനും ഒക്കെ ആയിട്ട് എനിക്ക് നെഞ്ചുവേദനയായി അവസാനം. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പ പറഞ്ഞത് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുക. പക്ഷേ നമ്മൾ കുക്ക് ചെയ്ത പാത്രങ്ങൾ, അതിങ്ങനെ പുറത്തേക്ക് ഇട്ടിരിക്കുന്ന പാത്രങ്ങളൊക്കെ നമുക്ക് ഒരാളുടെ അടുത്തും വേണമെന്ന് ചോദിക്കാൻ പാടില്ല, കാരണം അത് അവർക്ക് വലിയ ഇൻസൾട്ടായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെയും ആരോടും വേണമെന്നൊന്നും ചോദിച്ചില്ല. ഇവിടെ പണിക്കാർ വന്നപ്പോഴത്തേക്ക് അവരിത് കാണുന്നതല്ലേ പണിയുടെ ഇടയിൽ. അപ്പോൾ അങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് ഓരോരുത്തർ ഇതിനകത്തുനിന്ന് ചിലതൊക്കെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാം എന്നുള്ള രീതിക്കൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇനി അവരുപയോഗിക്കുമോ എങ്ങനെയൊക്കെയാണെന്ന് നമുക്കറിയാൻ പാടില്ല. ഏതായാലും ഇത് ഹാൻഡിൽ ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. ഇതൊരിക്കലും ഞാൻ മേടിച്ചു കൂട്ടിയ പാത്രങ്ങളല്ലെന്ന് നിങ്ങൾക്കറിയാം, ഇൻഡസ് വാലി എനിക്ക് തന്നേക്കുന്ന പാത്രങ്ങളാണ്. അപ്പോൾ ഈ പാത്രങ്ങൾ ഇത്രയും അവർ തന്നത് എനിക്ക് മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വേറെ ഏതൊരു ഭാഷയിലാണെന്നുണ്ടെങ്കിലും ഇത്രയും പാത്രങ്ങൾ ഒരു യൂട്യൂബേഴ്സിന് അവർ കൊടുത്തിട്ടില്ല. എൻ്റെ വീഡിയോകൾ ഞാനിതുപോലെ ഹോൾ വീഡിയോകൾ കുറേ അധികം ചെയ്തിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ട്. ആ വീഡിയോകളെല്ലാം അവരുടെ ഇൻഡസ് വാലി ചാനലിൽ അവർ ഹോൾ വീഡിയോ ആയിട്ട് എടുത്തിട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എനിക്ക് മാത്രമേ
അവർ ആകെ ഇത്രയും പാത്രങ്ങൾ തന്നിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ഒരുപാട് ഇന്ത്യയിലുള്ള ഒരുപാട് ഭാഷകളിലേക്ക് അവർ പല ചാനലുകൾക്കും കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ മലയാളികളുടെ കൂട്ടത്തിൽ വളരെ ചുരുക്കം ചിലർക്ക് മാത്രമേ ഇൻഡസ് വാലിയുടെ ആ ഒരു റിവ്യൂ അവർ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. എങ്കിലും എനിക്ക് കിട്ടിയേക്കുന്ന അത്ര ഒരാൾക്കും കിട്ടിയിട്ടില്ലെന്നുള്ളത് വ്യക്തമായിട്ട് എനിക്കറിയാം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ചാനലിൽ അതുപോലെ ഹോൾ വീഡിയോ വേറെ ആളുകളുടെയും കാണണം. എൻ്റെ ചാനലിലെ ഹോൾ വീഡിയോകളെല്ലാം അവരുടെ ചാനലിൽ ഇട്ടപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്, ഇത്രയും പാത്രങ്ങൾ എനിക്ക് മാത്രമേ തന്നിട്ടുള്ളൂ. ഇത് സംഭവം എല്ലാം നമ്മളുടെ കിച്ചണിൽ വളരെ ആവശ്യമുള്ള പാത്രങ്ങൾ തന്നെയാണ്. പക്ഷേ ഇത് എണ്ണം കൂടുന്തോറും നമുക്കിതിനെ ഗ്രീസ് ചെയ്ത്, അതായത് എല്ലാ ദിവസവും നമ്മൾ യൂസ് ചെയ്യുന്നതാണെങ്കിൽ നമുക്കിതിനെ ഈ എണ്ണ പുരട്ടി വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൽ എണ്ണ ഇങ്ങനെ പിടിച്ച് അവസാനം ഒരിക്കലും എണ്ണ തേച്ച് ഉപയോഗം കഴിഞ്ഞ് എണ്ണ തേച്ച് വെക്കേണ്ട ആവശ്യം വരില്ല. ഒരു എണ്ണയുടെ ഒരു കോട്ടിങ് എന്തായാലും ഇങ്ങനെ തുടർച്ചയായിട്ട് പാചകത്തിൽ അത് വരും. പക്ഷേ ഇതങ്ങനെയല്ല. 6 മാസത്തിലൊരിക്കലായിരിക്കുള്ളൂ ഒരു പാത്രം എടുത്ത് ഉപയോഗിക്കാനുള്ള ഒരു അവസരം വന്നത്. അപ്പോൾ അത്രയും നാൾ ഇരുന്നിട്ട് ആ പാത്രം കറ പിടിച്ചിട്ടുണ്ടാവും, തുരുമ്പ് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഞാനിത് എല്ലാ പാത്രങ്ങളും വലിച്ചിട്ട് അതിൻ്റെ അകത്ത് എണ്ണ തടവി എല്ലാം എടുത്ത് ഇങ്ങനെ വെക്കാൻ തുടങ്ങി. അങ്ങനെ ഏറ്റവും അവസാനം ഞാൻ എണ്ണ തടവി വെച്ചപ്പോൾ എനിക്ക് നെഞ്ചിൽ ഇൻഫെക്ഷനായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 1000-1500 രൂപയുടെ മരുന്ന് എനിക്ക് മേടിക്കേണ്ടി വന്നു. നെഞ്ചിൽ നീർക്കെട്ട് വന്നതാണ്. അത് ഇൻഫെക്ഷനായിട്ട് പനിയായി ആകെപ്പാടെ ബുദ്ധിമുട്ടായി. അന്നാണ് ഞാൻ ഓർത്തത്, ഇനി ഞാൻ എൻ്റെ ആരോഗ്യം നോക്കിയില്ലെങ്കിൽ ശരിയാവില്ല. ഈ ഒരു സംഭവത്തിന് ഓയിൽ തടവി വെക്കാനൊക്കെ വേറെ ആരുമില്ല, ഞാൻ തന്നെ ചെയ്യണം. അപ്പോൾ ഇതിനെ ഡിസ്പോസ് ചെയ്യാം എന്നൊരു ചിന്ത. പപ്പക്കും ദേഷ്യം വന്ന്. പപ്പയും പറഞ്ഞു, ഇത് ഡിസ്പോസ് ചെയ്യാൻ അനാവശ്യമായിട്ട് ഇരുമ്പി പാത്രങ്ങൾ കൂട്ടി വെക്കല്ലേ എന്ന് പറഞ്ഞിട്ടാണ് കുറച്ച് ഇതിനകത്ത് കുറേ പാത്രങ്ങളൊക്കെ ഓരോരുത്തർക്ക് കൊടുത്തു കഴിഞ്ഞ്. ആരോട് നമുക്ക് ചോദിക്കാൻ പറ്റില്ല പാത്രം വേണമെന്ന്. അത് അവരെ ഇൻസൾട്ട് ചെയ്യണതിന് തുല്യമാണ്. കാരണം ഒരു പുതിയ പാത്രം ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. ഇതങ്ങനെയല്ല. നമ്മൾ എടുക്കുന്ന ഓരോ പാത്രങ്ങളും ഉപയോഗിച്ചാണ് കാണിക്കണതല്ല, വീഡിയോയിൽ റിവ്യൂ ചെയ്തിട്ടല്ലേ. അപ്പം നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞു, ഒരു തവണയെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഈ പഴയ വീഡിയോയിലാണ് എല്ലാ പാത്രങ്ങളും ഒന്നിച്ചെനിക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചത്. കാരണം നമ്മൾ സ്ത്രീകൾക്ക് ഈ പാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വികാരമാണല്ലോ. അപ്പോൾ ഇതുപോലെ ഒരിക്കലും പാത്രങ്ങൾ ആരും മേടിച്ച് കൂട്ടില്ല. ഇത് ഇങ്ങനെ ഒരു സംഭവത്തിൽ എനിക്ക് വന്നുപെട്ട പാത്രങ്ങളാണ്. അപ്പോൾ ഒരുപാട് കടായികൾ, സോസ്പാൻ തന്നെ ഏകദേശം 5 എണ്ണം, എല്ലാത്തിനും നല്ല വെയിറ്റാണ് കേട്ടോ. വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ നിങ്ങളെ തൂക്കി കാണിക്കുക, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഞാനിങ്ങനെ എടുക്കുകയും വെക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നൂല അതിന് വെയിറ്റ് ഉണ്ടെന്നൊന്നും തോന്നൂല. പക്ഷേ സംഭവം ഭയങ്കര വെയിറ്റാണ് ഓരോ പാത്രങ്ങൾക്കും. അത് ഇരുമ്പിൻ്റെ പാത്രങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇരട്ടി വെയിറ്റാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ഇരുമ്പിൻ്റെ പാത്രങ്ങൾ വീട്ടിൽ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തലമുറകൾക്കും അതിൻ്റെ അപ്പുറത്തും ഒക്കെ ഈ പാത്രങ്ങൾ തന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ലാഭം എന്ന് പറയുന്നത്. പിന്നെ നമ്മളുടെ ഫുഡിൻ്റെ അകത്ത് വിഷാംശം കലരുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഈ കോട്ടിങ്ങുള്ള പാത്രങ്ങൾ അതിൻ്റെ കോട്ടിങ് പൊളിഞ്ഞ് ഭക്ഷണത്തിൽ കലരുകയോ ഇങ്ങനത്തെ ഒരു കുഴപ്പമില്ല. ഇരുമ്പ് പാത്രങ്ങൾ ഉപയോഗിക്കുന്നതിനാണ് ഏറ്റവും നല്ലത്. ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ഡെയിലി നമ്മൾ ആ 2-3 പാത്രം ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കൂലേ, പിന്നെ അതിൽ ഓയിലൊന്നും തേച്ച് വെക്കേണ്ട യാതൊരു കാര്യമില്ല. അപ്പോൾ സോസ്പാനുകളൊക്കെ ഈ ഒരു വീഡിയോയിൽ കുറച്ച് കൂടി എന്ന് വെച്ചാൽ അന്ന് ഇത്രേ ഉണ്ടാകുന്നുള്ളൂ. അതിനുശേഷം സോസ്പാനുകളും പിന്നെ ഫ്രൈ പാനുകളും സോസ്പാനുകളൊക്കെ വീണ്ടും വന്ന്. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോൻ്റെ അവസാന ഭാഗത്ത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ വലിപ്പം വ്യത്യാസത്തിൽ നമ്മുടെ ഫ്രൈ പാനുകൾ ഇതൊക്കെ ഭയങ്കര വെയിറ്റാണ്. 2 കിലോ വെയിറ്റ് ഏകദേശം ഈ ഫ്രൈ പാനുകൾക്ക് വരുന്നുണ്ട്, ഈ സ്റ്റീലിൻ്റെ തന്നെ. ഇപ്പോൾ സ്റ്റീലാണെന്നുണ്ടെങ്കിലും നമുക്ക് കറ പിടിക്കുമെന്നുള്ള പേടി വേണ്ട. എത്ര നാൾ വേണമെന്നുണ്ടെങ്കിലും മാറ്റി വെക്കാം. നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു കഴിഞ്ഞാൽ നമുക്കത് കറയൊന്നും ഉണ്ടാവില്ല, സുഖമായിട്ട് യൂസ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ സ്റ്റീൽ പാത്രങ്ങൾ ഭൂരിഭാഗവും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപോലെയുള്ള പാത്രങ്ങൾ കിട്ടിയത് മാത്രമാണ് ഞാൻ ആർക്കെങ്കിലുമൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവർ ഓരോ സമയത്ത് വന്ന് പെടുമ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളത് അങ്ങോട്ട് കൊടുക്കും. എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരേ സാധനങ്ങൾ തന്നെ നമുക്ക് റിപ്പീറ്റായിട്ട് അവർ തരാറുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട്.
അത് കഴിഞ്ഞിട്ട് വീണ്ടും കുക്കറുകളും എല്ലാം എനിക്ക് കിട്ടി. ഏകദേശം 7 കുക്കറുകളാണ് എനിക്ക് ഇൻഡസ് വാലി തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഞാൻ മേടിച്ച 2 കുക്കർ വേറെ ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ 10 കുക്കറുകൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. 2 അലൂമിനിയം കുക്കർ ഉണ്ടായിരുന്നു. അങ്ങനെ 11 കുക്കറുകൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ ഇത് സ്റ്റീമറാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം ഞാൻ മേടിച്ചതും 3 എണ്ണം ഇൻഡസ് വാലി തന്നതും 5 സ്റ്റീമറാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. പിന്നെ എനിക്ക് വലിയ ഇഷ്ടമുള്ള പാത്രമാണ് ഇത്. നല്ല പൊക്കമുള്ളൊരു പാത്രമാണിത്, ഈ സ്റ്റോക്ക് പോട്ടെന്നും പറഞ്ഞിട്ട്. ഇതിനകത്ത് നമുക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാം, കൂടുതൽ ക്വാണ്ടിറ്റി ആയിട്ട് ഉണ്ടാക്കാനായിട്ട്. അതുപോലെ തന്നെ ഇതും ബിരിയാണി പോട്ടെന്ന് സ്റ്റോക്ക് പോട്ടെന്നൊക്കെയാണ് അവർ കൊടുക്കണം. അതിലൊക്കെ നമുക്ക് 2 കിലോയോളമുള്ള സാധനങ്ങൾ, അതായത് 1 കിലോ ഇത് മീറ്റും 1 കിലോ റൈസും ഒക്കെ ആയിട്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാവുന്ന 3 പാത്രങ്ങൾ അതുണ്ട്. പിന്നെ ഈ ഒരു സെറ്റൊക്കെ അതിന് ശേഷം എനിക്ക് കിട്ടി. ഇപ്പോൾ ആ ഹോൾ വീഡിയോ ആയിട്ട് കാണിച്ചില്ലേ, അത് കഴിഞ്ഞിട്ട് കിട്ടിയതാണ് ഈ ഒരു സെറ്റ്. ഈ ഒരു സോസ് പാനും ആ വലിയൊരു കടായി, നല്ല വലിയ കടായിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ തന്നെ ഒരു ബിരിയാണി പോട്ട്, പിന്നെ ഒരു ഫ്രൈ പാൻ. ഈ ഒരു ഫ്രൈ പാൻ ഈ 4 എണ്ണമായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്, ഒരു സെറ്റായിട്ട് ഒറ്റത്തവണ വന്നത്. പിന്നെ അതിന് ശേഷം ഇതൊരു കുഞ്ഞ് അടുത്ത ഒരു കൂട്ടത്തിൽ വന്നതാണ്, ഇതിൻ്റെ തന്നെ ഒരു കുഞ്ഞ്, അതും നല്ലതാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ഇതിൻ്റെ അടിയിലെല്ലാം മറ്റേ സാൻഡ്വിച്ച് ബോട്ടമാണ്, അതുകൊണ്ട് തന്നെ അടി കത്തിപ്പോവില്ല. പക്ഷേ അതിൻ്റെ മുകളിലോട്ടൊന്നും അത്രയധികം കനവില്ല, പക്ഷേ അടിയിൽ നല്ല കനമുണ്ട്. പിന്നെ വന്നത് കൂട്ടത്തിൽ പെടാത്തതാണ് ഈ ഒരു സെറ്റ്. ഇതൊരു ഫ്രൈ പാനും ഒരു ലിഡോട് കൂടിയിട്ടുള്ള കടായി, പിന്നെ ഈ ഒരു കുഞ്ഞ് സോസ് പാൻ. ഈ സോസ് പാനിൻ്റെ പിടിയും ഇതിൻ്റെ പിടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കത് കയ്യിലെടുക്കുമ്പോൾ തന്നെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ വെയിറ്റ് എന്ന് പറയണതില്ലേ, ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കിച്ചൺ സ്കെയിൽ എടുത്തിട്ട് ഞാനവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തൂക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഞാനിങ്ങനെ കൈ കൊണ്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല ഇതിൻ്റെ വെയിറ്റ് എത്രയാണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് 1.5 കിലോയിൽ കൂടുതലുണ്ട്, 1576 കാണിക്കുന്നത്. അപ്പോൾ ഇരുമ്പിൻ്റെ പാത്രങ്ങളുടെ വെയിറ്റ് എന്തോരം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കുക. ഇതിൻ്റെ ഇരട്ടിയുണ്ട്, ഏകദേശം 3 കിലോ 2.5 കിലോ വെയിറ്റാണ് ഓരോ കടായിക്കുള്ളത്. അതൊന്നും ഞാൻ പിന്നെ എടുത്ത് കാണിക്കുന്നില്ല, കാരണം അത് ഒരുപാട് പാടാണ് എടുത്തുകൊണ്ട് നടക്കാനായിട്ട്. ഒരുപാട് കടായികൾ ഇപ്പോൾ കാണിച്ച ഹോൾ വീഡിയോക്ക് ശേഷവും കുറേ കടായികൾ കിട്ടിയിട്ടുണ്ട്, അതൊക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് കണ്ട 1800, അതായത് 2 കിലോ അടുത്തായി, അത്രയും വെയിറ്റാണ്. അപ്പോൾ ഇതൊരെണ്ണം റോജർ തിരിച്ചു കൊണ്ടുവന്നതാണ്. ഇത് റോജറിന് ഒരെണ്ണം സെയിം ആയിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് ഒരെണ്ണം റോജറിന് കൊടുത്തു വിട്ടായിരുന്നു, ഒരെണ്ണം ഞാൻ ഉപയോഗിക്കുന്നതായിരുന്നു. പിന്നെ ഈ കടായികളിലും ഒരെണ്ണം സെയിം ആയിട്ടുള്ളതുണ്ട്, അത് റോജറിന് കൊടുത്തു വിട്ടിട്ടുള്ളതായിരുന്നു. സെയിം ആയിട്ടുള്ളതാണ് റോജറിന് 2 കടായി ഞാൻ കൊടുത്തു വിട്ടത്. അപ്പോൾ ഇത് കുഞ്ഞ് കടായിയാണ്, ഏറ്റവും കുഞ്ഞ്, അത് 800 സംതിങ് തൂക്കം വരുന്നുണ്ട്, 3/4 കിലോയിലും കൂടുതലുണ്ട്. പിന്നെ ഈ ഒരു കടായിയാണ് റോജറിന് ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ട്, അതിൻ്റെ തന്നെ സെയിം അടിയിലിരിക്കണം ഒരു കടായിയും കൂടിയിട്ട്. അപ്പം 2 കടായി ഒരുപോലെ. ഈ കടായിയൊക്കെ ഒരിക്കലും കത്തിപ്പുകയില ഒന്നുമില്ല, അതിൻ്റെ വെയിറ്റ് കണ്ടല്ല, അത്രയും വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും കനം കൂടിയ പാത്രങ്ങളിൽ പാചകം ചെയ്താലേ പുകയാതിരിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു ഏറ്റവും വലിയൊരു കടായി, ഈ കടായി ഇപ്പോൾ അവർക്കില്ല. എനിക്കൊക്കെ ഇത് ആദ്യ കാലങ്ങളിലേ തന്നതാണ്, അതിനുശേഷം അവർ ഇത്രയും വലിയ കടായി ഉണ്ടാക്കിയിട്ടില്ല, അവരുടെ സൈറ്റിൽ ഈ ഒരു കടായി ഇല്ല. അപ്പോൾ ഇത് വളരെ കുറച്ച് ആളുകൾക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ സൂപ്പർ കടായി, ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിച്ച കടായാണ്. ഇതിൻ്റെ ലിഡില്ലാതെ വെയിറ്റ് 1.5 കിലോയോളം വരുന്നുണ്ട് അതിൻ്റെ വെയിറ്റ്. ഇതിൻ്റെ ഹാൻഡിലുകളൊക്കെ ഒന്നും താഴെ വീണ് പൊട്ടുന്ന പരിപാടി അങ്ങനെ ഒന്നുമില്ല, അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. കാരണം നമുക്ക് എത്രയോ വർഷങ്ങൾ വേണമെന്നുണ്ടെങ്കിലും ഒരു കേടും കൂടാതെ നമ്മളുടെ ഫുഡിന് വേറെ കംപ്ലൈൻ്റ് ഇല്ലാതെ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഒരു സത്യം പറയാനാണെന്നുണ്ടെങ്കിൽ ഈ പാത്രങ്ങൾ ഇവരെനിക്ക് വെറുതെ തന്നതുകൊണ്ട് മാത്രമാണ് ഇതെൻ്റെ കയ്യിലുള്ളത്. അല്ലാതെ ഇവിടെ മറ്റുള്ള കാര്യത്തിനൊക്കെ ഒരുപാട് രൂപ മുടക്കിയാലും ഈ പറഞ്ഞ പാത്രങ്ങളൊക്കെ മേടിക്കാനൊന്നും പൈസ ഒന്നും തരൂല കേട്ടോ. ഇവിടെയുള്ള പാത്രങ്ങൾ ആദ്യകാലത്തിൽ നിങ്ങൾ കണ്ടിട്ടുള്ളവർക്കറിയാം, ഞാൻ പ്രത്യേകിച്ച് പറയണമെന്നില്ല. അപ്പോൾ ഇതെല്ലാം ഏതായാലും ഒരു പൂവ് ആഗ്രഹിച്ചപ്പോൾ ഒരു പൂക്കാലം തന്നതാണ് ഇൻഡസ് വാലി, അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ കുക്കർ, ഈ കുക്കറുകൾ ഈ കാണുന്ന ജാക്സൺ പ്രഷർ കുക്കർ 5 ലിറ്ററിൻ്റെ ഞാൻ 3 ലിറ്ററിൻ്റെ ഇത് പുറത്തുനിന്ന് ഞാൻ മേടിച്ചതാണ്. അതിൻ്റെ തന്നെ ഒരു 5 ലിറ്ററിൻ്റെ ജാക്സൺ പ്രഷർ കുക്കർ സ്റ്റീലിൻ്റെ ഞാൻ പുറത്തുനിന്ന് മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വെച്ചേക്കുന്നതെല്ലാം സ്റ്റീൽ കുക്കറുകളാണ്, ബാക്കിയുള്ളതെല്ലാം
നമ്മുടെ ഇൻഡസ് വാലി എനിക്ക് തന്ന കുക്കറുകളാണ്. അത് ഇൻഡസ് വാലി എനിക്ക് തന്നേക്കുന്നത് 4 ലിറ്ററിൻ്റെ കുക്കർ തന്നിട്ടുണ്ട്. ഏറ്റവും അവസാനം തന്ന കുക്കറാണ് ഈ കാണുന്നത്, ഇൻഡസ് വാലിയുടെ 5 ലിറ്ററിൻ്റെ കുക്കർ. ഇത് ചാക്സൺ പ്രഷർ കുക്കർ ഞാൻ 5 ലിറ്ററിൻ്റെ പുറത്തുനിന്ന് മേടിച്ചാണ്. അത് എത്രയോ 2200 അപ്പോൾ അതിന് ശേഷമാണ് എനിക്ക് ഈ കുക്കറുകൾ എല്ലാം കിട്ടിയത്. അപ്പോൾ എനിക്ക് ഇൻഡസ് വാലിയുടെ 5 ലിറ്ററിൻ്റെ ഒരു കുക്കർ തന്നിട്ടുണ്ടായിരുന്നു. 4 ലിറ്ററിൻ്റെ റോജർ കൊണ്ടുപോയത് 4 ലിറ്ററിൻ്റെ കുക്കറാണ്. പിന്നെ എനിക്ക് 5 ലിറ്ററിൻ്റെ തന്നെ 3 ലിറ്ററിൻ്റെ തന്നെ 3 കുക്കറുകൾ തന്നിട്ടുണ്ട്. അതിലൊരു കുക്കർ ഞാൻ ഒരാൾക്ക് കൊടുത്ത്, പിന്നെ ബാക്കിയുള്ള കുക്കറുകളുണ്ട്. പിന്നെ 2 ലിറ്ററിൻ്റെ കുക്കർ, 1 ലിറ്ററിൻ്റെ കുക്കർ, അങ്ങനെ എല്ലാം. ഇത് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചിട്ടുള്ള പൈസ കൊടുത്ത് മേടിച്ച കുക്കറിൻ്റെ വിസിൽ ഇത് മറ്റേ വെയിറ്റാണ് ഈ പച്ച കളറിലെ ക്യാപ്പ് ഇല്ലാതിരിക്കണം. ബാക്കി ഇൻഡസ് വാലിയുടെ എല്ലാ കുക്കറിനും ഇതുപോലെ ഒരു പച്ച കളറിലെ ക്യാപ്പ് ഉണ്ട്. അത് കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം വെച്ചേക്കുന്നത്. അപ്പോൾ ഇത്രയും കുക്കറുകൾ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അലൂമിനിയത്തിൻ്റെ കുക്കറും എൻ്റെ കയ്യിലുണ്ട്. ഈ കൂട്ടത്തിൽ ഞാൻ എടുത്ത് വെച്ചിരുന്നത് മാത്രം. അപ്പോൾ ആദ്യ കാലങ്ങളിൽ എനിക്ക് അലൂമിനിയത്തിൻ്റെ കുക്കർ ചാക്സൻ്റെ തന്നെ 2 എണ്ണമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിലിപ്പോൾ ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കണത് അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നല്ല കുക്കറുകളാണ്. പിന്നെ അത് ഈ സ്റ്റീമറാണ്. എനിക്ക് സ്റ്റീമറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇഡ്ഡലിയൊന്നും പറ്റില്ല, നമ്മൾക്ക് സ്റ്റീം ചെയ്തെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഉണ്ടാക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അപ്പം ഉണ്ടാക്കാം അതിൻ്റെ അത് പാത്രത്തിൽ ഇറക്കി വെച്ചിട്ട്, അല്ലാതെ നമുക്ക് ഇഡ്ഡലിയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സ്റ്റീമറാണ് സൂപ്പറായിട്ട് എനിക്ക് തോന്നിയത്. നമ്മുടെ കൈയൊന്നും പൊള്ളാതെ ഇത് എടുക്കാനും വെക്കാനും ഒക്കെ എളുപ്പമാണ്. ഇതിൻ്റെ അടിയിൽ ഇതുപോലെ മറ്റേ സാൻഡ്വിച്ച് ബോട്ടം ഉണ്ട്. നമുക്ക് ഈ പാത്രം വേറെ പാചകത്തിന് ഉപയോഗിക്കാം. ലിഡും എല്ലാം എളുപ്പത്തിലെടുക്കുകയും വെക്കുകയൊക്കെ ചെയ്യാം. ഇതിപ്പോൾ എനിക്ക് തുറക്കാനേ പറ്റില്ല, കാരണം ഇത് അമർത്തി അടച്ചു വെച്ചേക്കണം. അപ്പോൾ ഒറ്റ കൈ വെച്ചാണ് ഞാനിത് ചെയ്യണതുകൊണ്ട് ഞാൻ തുറക്കണില്ല. ഇത് ഞാൻ പുറത്തുനിന്ന് മേടിച്ചാണ്. ഇതും നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പക്ഷേ ഇതിൻ്റെ അടിവശത്തൊന്നും അധികം കട്ടിയൊന്നുമില്ല. വെള്ളം തീർന്നാൽ കത്തിപ്പുകയും. പക്ഷേ ഇൻഡസ് വാലിയുടേത് എല്ലാം അടിവശത്ത് സാൻഡ്വിച്ച് ബോട്ടം ചെയ്തുകൊണ്ട് തന്നെ വെള്ളം ഇത്തിരി ഇങ്ങനെ ഉണങ്ങിപ്പോയാൽ തന്നെയും കത്തിപ്പുകയില്ല. അപ്പോൾ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു സ്റ്റീമറാണ്. കാരണം ഇതിൽ വലിയ അപ്പം ഉണ്ടാക്കാം. നമുക്ക് വലിയ പ്ലേറ്റുകളുണ്ട്, അപ്പം ഉണ്ടാക്കുന്ന പ്ലേറ്റുകളുണ്ട്. അത് 2 പ്ലേറ്റ്, ഇഡലിയുടെ 2 പ്ലേറ്റ്, സ്റ്റീം വരുന്ന ആ ഒരു ഊട്ട പ്ലേറ്റ് ഒരെണ്ണം, അങ്ങനെ 5 പ്ലേറ്റാണ് അതിന്. അതും ഇങ്ങനെ മൂടി വെറുതെ ഇങ്ങനെ വെച്ചാൽ മതി, സ്റ്റീമൊന്നും പുറത്ത് പോകില്ല. ഇത് ഞാൻ പണ്ട് പുറത്തുനിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന സ്റ്റീമറാണ്. ഇതാണ് കഴിഞ്ഞ ദിവസം എൻ്റെ കൈ പൊള്ളിച്ചത്. ഇതിൻ്റെ അടിവശമൊക്കെ കത്തിയിട്ടുണ്ട്. കാരണം ഇത്തിരി വെള്ളം കുറഞ്ഞാൽ തന്നെയും അവിടെ കത്തി അതിൻ്റെ പാട് വീഴും. അടിവശമൊന്നും കട്ടിയില്ല. പുറത്തുനിന്ന് മേടിച്ച 2 അടിവശത്തൊന്നും കട്ടിയില്ല. പക്ഷേ അതൊക്കെ കട്ടിയുള്ള പാത്രങ്ങൾ തന്നെയാണ്. പക്ഷേ ആ പാത്രത്തിൻ്റെ അടിവശവും ഒരു കട്ടി തന്നെയാണ്. ഇത് വലിയ സ്റ്റീമറിൻ്റെ ചെറുത് ഇൻഡസ് വാലിയുടെ തന്നെ. ഇതിൻ്റെ അകത്തും ഇഡ്ഡലി തട്ടുമുണ്ട്, അപ്പത്തിൻ്റെ തട്ടുണ്ട്, ഇതുപോലെ ഈ ഓട്ടുള്ള തട്ടുമുണ്ട്. ഇതും അടിവശത്ത് സാൻഡ്വിച്ച് ബോട്ടം തന്നെയാണ്, കത്തിപ്പുകയില്ല. ഈ പാത്രവും നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം, താളിച്ച് കറികളുണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാം. അടിവശത്ത് കട്ടിയുള്ളതുകൊണ്ട്. അപ്പോൾ ഇത് ചെറിയ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയ അപ്പം 2 എണ്ണം ഉണ്ടാക്കാനുള്ള ആ തട്ടും എല്ലാം കൂടി ചേർന്ന് 5 തട്ട് വെച്ചിട്ടാണ് ഇവരുടെ സ്റ്റീമർ എല്ലാം തന്നെ. ഇത്രയും പാത്രങ്ങൾ എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിലും ഇത്തവണ എനിക്ക് ക്രിസ്മസ് ഫ്രണ്ടായിട്ട് പാത്രം തന്നെയായിരുന്നു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തവണ ഒരു ബ്ലാങ്കറ്റ് ആയിരുന്നു ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് തിരിച്ച് കിട്ടിയത് ഈ ഒരു പാത്രമായിരുന്നു. ഈ പാത്രം അടിയിൽ കോപ്പർ കോട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അടപ്പിൽ വെച്ച് കഴിയുമ്പോൾ പുകഞ്ഞ് കത്തും. കാരണം ഇതിന് കട്ടിയൊന്നുമില്ല. സാധാരണ എല്ലാവരും തന്നെയും ഇതുപോലെയുള്ള സ്റ്റീൽ പാത്രങ്ങൾ മേടിച്ച് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് കളർ ഒക്കെ ഒരു തീ കത്തിപ്പടർന്നൊരു കളറൊക്കെ വരും. കാരണം അതിന് കട്ടിയില്ലാത്തതുകൊണ്ടാണ്. ആ കോപ്പർ കോട്ടിങ് ഉള്ളതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ അത് നമുക്ക് വേറെ എന്തെങ്കിലും ഉപയോഗത്തിനൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഞാനവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഗിഫ്റ്റ് കിട്ടുന്നത് നമുക്ക് വലിയ സന്തോഷമല്ലേ, അപ്പോൾ അത് സൂക്ഷിച്ച് വെക്കേണ്ടതും എൻ്റെ സന്തോഷം. അതുകൊണ്ട് അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്ന് റോജർ 2 ബാറ്ററി മേടിച്ചതാണ് കേട്ടോ. ഇത് ഇൻസ്റ്റാമാർട്ടിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അവൻ 2 ചോക്ലേറ്റ് കൂടിയിട്ട് എനിക്ക് ബിസ്ക്കറ്റും മേടിച്ച് തന്നതാണ് കേട്ടോ. അപ്പോൾ അത് ആ വലിയ ഒരു കവറിലാണ് കേട്ടോ ഈ കുഞ്ഞു സാധനങ്ങളും വരണത്. അത് 10 മിനിറ്റിനുള്ളിൽ നമുക്ക് കൈ കിട്ടുമേ അങ്ങനെ. പിന്നെ എൻ്റെ ഇത്തവണത്തെ ഗ്രോസറി വന്നതേ, ഞാൻ ഈ നമ്മൾ ഇതിൻ്റെ തന്നെ പിങ്ക് കളർ മേടിച്ചിട്ടുണ്ടാകുന്നില്ലേ, അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ സ്മെല്ലും തമ്മിലൊക്കെ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാണ് നമ്മൾ കഴിഞ്ഞ തവണ മേടിച്ചത്. ഈ ബ്ലൂ ഞാനൊന്ന് മേടിച്ച് നോക്കിയാണ്. കാരണം നല്ല കൊഴുത്ത് നല്ല തിക്കായിട്ടുള്ള ഒരു ഫാബ്രിക് കണ്ടീഷണറാണ് കേട്ടോ. ഇതിൻ്റെ വില വരുന്നത് 134 രൂപയാണ് 1 ലിറ്ററിൻ്റെ ബോട്ടിലിന് വരുന്നത് കേട്ടോ. ഇത് ഫ്ലിപ്കാർട്ടിൻ്റെ പ്രൊഡക്റ്റാണ്, അതുകൊണ്ടാണ് അത്രയും ചീപ്പായിട്ട് കിട്ടണത്.
പിന്നെ ഇത്തവണ ഞാൻ മേടിച്ചിട്ടുള്ളത് നമ്മുടെ റിച്ചാർഡിന് വേണ്ടിയിട്ട് കുറച്ച് ചിപ്സൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ 2 ലിറ്ററിൻ്റെ ഡിഷ് വാഷ് ജെല്ല് നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ സാധനമാണ്. 2 ലിറ്ററിന് 156 രൂപയാണ്. അപ്പം ഞാനിത് മേടിച്ചത് ഞാൻ ശനിയാഴ്ച ചേച്ചിയുടെ വീട്ടിൽ പോകും എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായതുകൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ പോകണില്ല. ഇത് ചില തടസ്സങ്ങൾ നമുക്ക് വന്നുകൊണ്ട് പോകണില്ല. എങ്കിലും മാറ്റി വെച്ചിട്ട് പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച്. പിന്നെ ഇത്തിരി കായവറുത്താണ് കേട്ടോ. അത് 45 രൂപയാണിത്. വളരെ കുറച്ചേ ഉള്ളു. കായവറുത്തതിനൊക്കെ ഭയങ്കര വിലയല്ലേ. അപ്പോൾ അത് 45 രൂപ 200 ഗ്രാമാണ്. പിന്നെ ഇത്തിരി മിക്സ്ചർ മേടിച്ചിട്ടുണ്ടായിരുന്നു. മിക്സ്ചറിൻ്റെ വില 52 രൂപയാണ്. അത് എത്രയോ 300 ഗ്രാം എന്തോ ആണ്. പിന്നെ 2 പാക്കറ്റ് കപ്പലണ്ടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പാക്കറ്റ് കപ്പലണ്ടി ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ 2 കിലോ കപ്പലണ്ടി, 1 കിലോ വീട്ടിലേക്ക് 1 കിലോ ചേച്ചിക്കുമായിട്ട് മേടിച്ചാണ്. പക്ഷേ അങ്ങനെ പോകണില്ല. ഇനി എപ്പോഴാണ് പോകാൻ പറ്റുകയെന്നും അറിയില്ല. പിന്നെ ഓരോ ഓയിൽ, അതായത് കോക്കനട്ട് ഓയിലും അല്ലാത്ത ഓയിലും എടുത്തിട്ട് ബ്രാൻ ഓയിലും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ എടുക്കുന്ന ഗീ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. നമ്മൾ ടെട്രാ പാക്കിലുള്ള 1/2 ലിറ്ററിൻ്റെയാണ് എടുക്കുന്നത്, 500 ml. അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് ഒരു ചെറുത് മാത്രം എടുത്ത് അത്യാവശ്യത്തിന്. അത് വരുമ്പോഴത്തേക്ക് നമുക്ക് 500 ml എടുക്കുക. അത് നല്ല ലാഭമാണ്, നല്ല ടേസ്റ്റുള്ള ഗീയാണ്. ഫ്ലിപ്കാർട്ടിൻ്റെ ഗീ ഞാൻ എപ്പോഴും മേടിക്കണം, നിങ്ങളെ കാണിക്കാറില്ലേ. പിന്നെന്താ, ഒരു കുഞ്ഞ് മുന്തിരിയുടെ പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. വെള്ളമുന്തിരി, ഉണക്കമുന്തിരിയുടെ പാക്കറ്റ് ഇവിടെ കുറച്ചുണ്ട്. അപ്പോൾ ഇത്തിരി കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചൊരു കുഞ്ഞ് പാക്കറ്റ്. അത് ഞാൻ 1/4 കിലോയാണ് സാധാരണ മേടിക്കണം. പിന്നെ ഒരു എക്സോൻ്റെ, ഇപ്പം ഞാൻ എക്സോ ആണല്ലോ ഉപയോഗിക്കണം, അതുകൊണ്ട് ഞാൻ എനിക്ക് ഉപയോഗിക്കാനായിട്ടൊരു എക്സോ മേടിച്ചതാണ്. പിന്നെ ഇത് ബിങ്കോൻ്റെയൊക്കെ 2 പാക്കറ്റ് അതും എടുത്തിട്ടുണ്ടായിരുന്നു. റിച്ചാർഡ് ഉള്ളതുകൊണ്ടേ റിച്ചാർഡിന് അത് ഭയങ്കര ഹാപ്പിയാണ് അതൊക്കെ കൊടുക്കുമ്പോൾ. പിന്നെ ഇത് ഞാൻ ചേച്ചിക്കും മേടിച്ചിട്ടുള്ളതായിരുന്നു. കാരണം അവരുടെ അവിടെ ഫ്ലിപ്കാർട്ടിൻ്റെ മറ്റുള്ള സാധനങ്ങളെല്ലാം ചെന്നാലും ഗ്രോസറി ചെല്ലൂല, ഗ്രോസറിക്ക് അങ്ങോട്ട് ഡെലിവറി ഇല്ല. അല്ലെന്നുണ്ടെങ്കിൽ അവർ മേടിച്ചോളും. അപ്പോൾ ഇത്രയും ചീപ്പായിട്ട് നമുക്ക് ഈ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇത് കിട്ടുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് പോകുമ്പോൾ ഞാൻ അങ്ങോട്ട് മേടിച്ച് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മേടിച്ചാണ്. പക്ഷേ സംഭവം പോണില്ല. 1 ലിറ്ററിൻ്റെ ബാത്റൂം ക്ലീനറിന് 85 രൂപയും 1 ലിറ്ററിൻ്റെ ടോയ്ലറ്റ് ക്ലീനറിന് 68 രൂപയുമാണ് കേട്ടോ വില. പിന്നെ കപ്പലണ്ടിക്ക് 1 കിലോ 148 രൂപയാണ് കേട്ടോ. ബിങ്കോക്കൊക്കെ 21 രൂപയൊക്കെയാണ് കേട്ടോ വില. 2 ബിങ്കോക്കും 21 രൂപ. പിന്നെ എന്തെന്നാ, ബ്രാൻ ഓയിലിന് 146 രൂപ, വെളിച്ചെണ്ണയ്ക്ക് 233 രൂപ, എക്സോക്ക് 55 രൂപ, അത് വലുതാണ്. നെയ്യ് 146 രൂപയാണ്, 200 ഗ്രാം എന്തോ ആണ്. അപ്പോൾ അതാണ് ഇത്തവണ മേടിച്ചത്. അപ്പോൾ അങ്ങനെ റിച്ചാർഡ് വൈകുന്നേരം കോളേജിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചായ ഇന്ന് പാൽ ചായ വേണമെന്ന് പറഞ്ഞു. കാരണം അവന് ഒരു ക്ഷീണം പോലെ ഉണ്ട്, പാൽ ചായ എടുക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ. അല്ലെങ്കിൽ കട്ടൻ ചായ മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കട്ടൻ ചായ ആക്കിയിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ പാലിട്ട് ചായ കുറേ അധികം ദിവസം കൂടിയിട്ടാണ് കൊടുത്തത്. എന്താ ഇരിക്കണത്? ഇറങ്ങിങ്ങണ്ട്, പിന്നെ തട്ടുമേ ഇറങ്ങിങ്ങണ്ട്, വാ മുത്തു വാ. അപ്പോൾ റൂബിയുടെ ഫേക്ക് പ്രഗ്നൻസിയുടെ ഒരു വിഷമത്തിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് കേട്ടോ. അതിനകത്ത് കയറി ഒളിച്ചിരിക്കും നമ്മൾ തുറക്കുന്ന സമയം. പിന്നെ എല്ലാവർക്കും കഴിക്കാൻ കുറേ ഫ്രൂട്ട്സും കട്ട് ചെയ്ത് വെച്ച് ഞാൻ. റൂബിതെ വിഷമിച്ച് കിടക്കുന്നതിന് കേട്ടോ, വിഷമിച്ച് കിടക്കുന്ന സീനാണിത്. റോജറ് വാതിൽ പൊട്ടിക്കളയണേ ഇപ്പോഴത്തെ. അപ്പൊ റോജറെ നമ്മളെവിടെ പോകുവാ? എവിടെ? എനിക്ക് അസിന് ഇവിടെ പേര് കിട്ടണില്ല. ഓഫീസർ ഓൺ ഡ്യൂട്ടി അല്ലേ? ഓക്കെ. അപ്പൊ മുടി കെട്ടണ്ടേ? ഓക്കെ ഓക്കെ. ഞാൻ റോജറും കൂടി ഇറങ്ങാൻ പോണ മണി 7:30 കഴിഞ്ഞ്. 8 മണിക്കത്തെ ഷോയാണ്. 7:45 അവിടെ ചെന്നാൽ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പോയിട്ട് വരട്ടെ. റിച്ചാർഡ് എക്സാം ആയതുകൊണ്ട് റിച്ചാർഡ് പറഞ്ഞില്ല.
അപ്പോൾ റോജർ സിനിമ ബുക്ക് ചെയ്തപ്പോഴത്തേക്ക് ഇത് എന്ത് സിനിമയാണെന്ന് പോലും എനിക്കറിയില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും സിനിമ തുടങ്ങിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഒരു ക്രൈം ത്രില്ലറാണ്. ക്രൈം ത്രില്ലറും ആക്ഷൻ മൂവികളൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. കഴിഞ്ഞ തവണ റോജർ എന്നെ കൊണ്ടുപോയതും ക്രൈം ത്രില്ലറിനാണ്, രേഖാചിത്രം. അതും ഇതുമൊക്കെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല കാണാൻ. പക്ഷേ സൂപ്പർ മൂവിയാണ്, പറയാതെ പറ്റില്ല. അടിപൊളി മൂവിയാണ്. ക്രൈം ത്രില്ലർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. എനിക്കിതൊക്കെ പേടിയാണ്. ഒരു കണക്കിന് ശ്വാസം അടക്കി പിടിച്ച് കണ്ടു തീർത്ത് ഞാൻ ഇറങ്ങി. ഇനി എന്നെ ഇതുപോലത്തെ സിനിമക്ക് കൊണ്ടുപോകല്ലേ എന്നും പറഞ്ഞ്. അപ്പോൾ ഇത്രയും ഉണ്ടാകുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുന്നില്ല. നമ്മൾക്ക് തിങ്കളാഴ്ച കാണാം. താങ്ക് യു.